ഡോക്ടർ, എനിക്ക് വിട്ടുമാറാത്ത തോൾവേദന, അതുപോലെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ OPയിൽ വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് വരുന്ന കംപ്ലയിൻസ്. ഇന്ന് അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ദിലീപ് എസ്, കൺസൾട്ടന്റ് ഓർത്തോപീഡീഷ്യൻ ആൻഡ് സ്പോർട്സ് സർജറി സ്പെഷ്യലിസ്റ്റ്, ഹോളിക്രോസ് ഹോസ്പിറ്റൽ, കൊട്ടിയം. വളരെയധികം പേഷ്യൻസ്, പ്രത്യേകിച്ചും ഒരു പ്രായം 60 വയസ്സിന് മേളിലോട്ട് തോൾവേദന കൊണ്ട് നടക്കുന്ന, പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന അനേകം പേഷ്യൻസ് ഉണ്ട്. നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം നൂതനമായ സംവിധാനങ്ങളുണ്ട്. MRI എടുക്കാം, അൾട്രാസൗണ്ട് എടുക്കാം. ഇതിലൊക്കെ നമുക്ക് എത്ര ശതമാനം ഈ മസിൽ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞ ശേഷമാണ് സർജറി ചെയ്യണോ, ഫിസിയോതെറാപ്പി വേണോ, മെഡിസിൻസ് വേണോ എന്നൊക്കെ തീരുമാനിക്കും. ശരീരത്തിലെ ഏറ്റവും വഴക്കമുള്ള സന്ധിയാണ് തോളെന്ന് പറയുന്നത്. അപ്പം അതിനുള്ള ഇഞ്ചുറീസും വളരെ കോമൺ ആണ്. 40-45 വയസ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും കയ്യിലെ മസിലിലോട്ടുള്ള രക്തോട്ടം കുറയും. വീണ് വലിയ പരിക്കില്ലാതെ തന്നെ ചിലർക്ക് പ്രായം കൂടുന്നതനുസരിച്ച് ഈ മസിൽ പൊട്ടാറുണ്ട്. അതിന് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന് പറയും. അത് നമുക്ക് എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. പലരും പലയിടത്ത് പോയി പരിശോധിക്കാൻ നേരം എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല, തേയ്മാനത്തിൻ്റെയാണ്, അതൊരു കോമൺ ടൈമാണ്. ഈ മസിൽ പൊട്ടുന്നത് നമുക്കൊരു സ്കാനിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണ്ടുപിടിക്കുന്നതിനകത്ത് തന്നെ ഒരു 50% കൂടുതൽ ആൾക്കാർക്ക് മാത്രമേ ഇത് വേദന മാറാതിരിക്കുന്നുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഈ ഫിസിയോതെറാപ്പി മെഡിസിൻ കൊണ്ട് മാറുന്നുണ്ട്. ഈ മാറാത്തവർക്കാണ് നമ്മൾ കീ ഹോൾ സർജറീസ് ചെയ്ത് ആ പൊട്ടിയ മസിൽ പഴയ സ്ഥിതിയിലാക്കുന്നത്. അതിന് ഉള്ള എല്ലാ നൂതനമായ സംവിധാനങ്ങളും നമുക്കിവിടെ ഹോളിക്രോസ് ആശുപത്രിയിലുണ്ട്. ഒരു ദിവസത്തെ അഡ്മിഷൻ്റെ ആവശ്യമുള്ളൂ. അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ആണ്. ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് ആ പേഷ്യൻ്റ് കൈ പൊക്കി തുടങ്ങുകയും 3 മാസം കൊണ്ട് ഏകദേശം പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യുന്നു.